are the present tense forms of these primary auxiliary to be. Then which are the past tense forms? Was and were. എടി താഴെ പരിപാടിയൊക്കെ തുടങ്ങാറായി. എങ്ങനെയാ സാറ് വിടുവായിരിക്കുമോ? എനിക്ക് പോണമെന്നൊക്കെ ഉണ്ട്. ഞാനും അതേ അവസ്ഥ തന്നെയാണ്. സാറെന്തായാലും വിടുവായിരിക്കും. നമുക്ക് പോവാം. So Rama, what is the parts of speech? Rama, is it a noun, verb? What is it? സമയായി പോണ്ടേ. സാറാണ് ക്ലാസ് നിർത്തണമില്ല. ഞാൻ എല്ലാ ദിവസവും പരിപാടി കാണാനുള്ള. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും പോകും. It is the verb of that sentence. സാറ് നമ്മുടെ കോളേജിൽ യുവജനോത്സവത്തിന്റെ പ്രോഗ്രാം അല്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ പൊക്കോട്ടെ? യുവജനോത്സവം അത് നിങ്ങളുടെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഞങ്ങൾ അധ്യാപകരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അവിടെ എല്ലാവരും പോകണം. പോയാൽ മാത്രം പോരാ, നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ട് പോരാ. അപ്പോ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് പവേർഡ് ബൈ യുവജനോത്സവം സീസൺ 3 ഇന്ന് ഏത് കോളേജിലാണ്? നമ്മുടെ ചുണക്കുട്ടികളുടെ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. അടിപൊളി. അപ്പോ ഈ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് യുവജനോത്സവം കടന്നു വരുന്നത് രണ്ടാമത്തെ തവണയാണ്. എന്ത് തോന്നുന്നു? രണ്ടാമത് എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾ കോളേജിലേക്ക് വന്നത്? കഴിഞ്ഞ തവണ വന്നപ്പോ അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും പറച്ചിലും നിങ്ങളോടുള്ള റിയാക്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. ടിവിയിൽ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞങ്ങൾക്ക് അഭിമാനം തോന്നി. ഞങ്ങൾ വന്ന സമയത്ത് ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞാണ് 20 വയസ്സ് കഴിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഇത് ആൺകുട്ടികൾ പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നു. എന്താണ് ഇത്ര സ്ട്രഗിൾ? എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നുണ്ട്? ആണുങ്ങൾ പറയും 20 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ ചോദിക്കും നിങ്ങൾക്ക് ജോലിയൊന്നും ആയില്ലേ, ജോലിക്ക് പോകണ്ടേ? അവര് പറയുന്നു ഞങ്ങൾക്ക് മാത്രമാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്നു, എല്ലാം പറയുന്നുണ്ട്. ഓവർ ടെൻഷൻ. ഞങ്ങൾക്കും ഇതൊക്കെ ഇല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങള്? ഞങ്ങളോട് വന്നിട്ട് പറയും സെയിം ക്വസ്റ്റ്യൻ, നിങ്ങൾക്കും ജോലി ചെയ്യാറായില്ലേ? നിങ്ങൾക്ക് എന്താ പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടാത്തെ? കല്യാണം നോക്കുന്നില്ലേ? കുടുംബമൊക്കെ വേണ്ടേ? 20 കഴിയുമ്പോഴേ ചോദിച്ചു തുടങ്ങും. എന്റെ കൂട്ടുകാരിക്കൊക്കെ 18 തികയുന്ന മുന്നേ കല്യാണാലോചന വന്ന് 18 മുമ്പേ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ഞങ്ങൾക്കൊരു സ്ട്രെസ് അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് പറയും പെൺകുട്ടികളാണ്, അടങ്ങി ഒതുങ്ങി നടക്കണം, എന്നോ നിങ്ങൾ പണിക്കും പോണം, പൈസ ഉണ്ടാക്കണം. എല്ലാ ടെൻഷനും നമ്മുടെ തലക്കിട്ട് തരും. ആണേ. എന്നിട്ട് ആൺകുട്ടികൾ പറയും അവർക്ക് മാത്രമേ ഉള്ളൂ ഇത്, അവർക്ക് മാത്രമേ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. പിന്നെ അവര് പറയും വീട്ടിൽ നിന്ന് കാശ് ചോദിക്കാൻ പറ്റില്ലെന്ന്. ഞങ്ങൾക്കും ഇത് പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളെ സത്യത്തിൽ ആരും മനസ്സിലാക്കുന്നില്ലേ? വീട്ടുകാര് കുറച്ചൊക്കെ മനസ്സിലാക്കും. പിന്നെ അവരൊരു പരിധി കഴിയുമ്പോ പിന്നെ അവര് നമ്മളോട് ചോദിച്ചു തുടങ്ങും ഡിഗ്രിക്ക് പോയി കഴിഞ്ഞിട്ട് എന്ത് കിട്ടും എന്നാണ്. കാരണം എല്ലാവരും ഇപ്പൊ നേഴ്സിങ്ങിന് പോകൂ എന്നല്ലേ പറയാറ്. അപ്പം നേഴ്സിങ്ങിന് പോയാലേ ജോലി കിട്ടൂ എന്നുള്ള ഇതിലാണ്. ഇപ്പൊ ചെറിയ ക്ലാസ് മുതലേ ഈ ഓരോ കോച്ചിങ്ങിനും അല്ലെങ്കിൽ അതുപോലെയൊക്കെ വിടുന്ന വീട്ടുകാരും ഉണ്ട്. പിന്നെ കുറെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം നമ്മളോട് പറയും ഇന്ന ടൈം ലൈൻ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ 22 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി വേണം, അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണം, 27 വയസ്സാകുമ്പോൾ ഒരു വീട് വെക്കണം. ഇങ്ങനെ ഒരു സമൂഹം 26 വയസ്സിൽ കുട്ടികൾ ഉണ്ടാവണം. എല്ലാം നമ്മൾ അതിൻ്റെ ഇടയിൽ നോക്കണം. എല്ലാം കൂടി നമ്മൾ ഒരാളും ഉണ്ട്. അപ്പൊ ഈ എല്ലാരെയും പ്രീതിപ്പെടുത്തി അവര്
സെറ്റ് ചെയ്യുന്ന ടൈം ലൈൻ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ ആൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി എടുത്ത ലോണും വീട്ടിലെ പരാപ്തങ്ങളും ഒക്കെ നമ്മുടെ തലയിലാണ് ഏറ്റവും വരാറ്. അതൊക്കെ അച്ഛനും അമ്മയും ഏറ്റെടുക്കില്ലേ? ഏറ്റെടുക്കും, പക്ഷെ അവർക്ക് പ്രായമായി വരുമല്ലേ. ജീവിതത്തിൽ ഒരു ലക്ഷ്യം എന്താ? കുറച്ച് കാശുണ്ടാക്കണം. ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ആയോ? ഇല്ല, ഹാപ്പിനെസ് വേണം. ആ പൈസക്ക് വേണ്ടിയാണ് ഇപ്പൊ ഈ കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പൊ പാഷൻ നോക്കിയിട്ടേ അല്ല? അല്ല, അതെന്താ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനുള്ള റീസൺ എന്താണ്? അത് ഇതെല്ലാം എടുക്കാൻ ഇഷ്ടം, വീട്ടുകാർ പറഞ്ഞ് അങ്ങനെ എടുത്തു പോയതാ. എന്തായിരുന്നു എടുക്കാൻ ഇഷ്ടം? ഈ ലോജിസ്റ്റിക്സ്. അപ്പൊ അത് എന്തുകൊണ്ടാ പിന്നെ പൊക്കൂടായിരുന്നു അതിന്? പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇല്ല, അതിനുള്ള ഫണ്ടില്ല എന്റെ വീട്ടിൽ പഠിപ്പിക്കാൻ, അതുകൊണ്ടായിരുന്നു. പൈസ കൊടുത്താൽ എല്ലാം കിട്ടുമോ? എല്ലാം സോൾവ് ആവും? എല്ലാം കിട്ടത്തില്ല. ഒരു 90% പ്രശ്നങ്ങളും നമ്മുടെ പൈസ തന്നെയല്ലേ. ജോലി ഉണ്ടെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. പക്ഷെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലി ചെയ്താലല്ലേ കാര്യമുള്ളൂ. ഒരു 90% പ്രശ്നങ്ങളും നമ്മളെ നല്ലൊരു സാലറി ഉണ്ടെങ്കിൽ നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സംബന്ധിച്ച് മെമ്പറാണെങ്കിൽ അതാണ്. അങ്ങനെ ഈ നമ്മുടെ തലയിലേക്ക് ഈ ടെൻഷൻ ഇട്ട് തന്നിട്ടേ നമുക്ക് ഈ പഠിത്തത്തിൽ പോലും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമോ? രണ്ടുകൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പം നമുക്കാണേലും ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അപ്പൊ ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടി നോക്കി പോവുക, പിന്നെ സ്വന്തം കാര്യം നമ്മൾ തന്നെ നോക്കുക. ആ ഒരു രീതിയിലാണ് നമ്മളോട് പറയുന്നത്. പഠിക്കാം, പാർട്ട് ടൈം ജോലിയും ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിലും അത് പറ്റും. പറ്റും. എന്താ ജോലി ചെയ്യുന്നത്? ഞാനിവിടെ ഒരു ബേക്കറിയിൽ പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോകുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ടാണോ? ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസ് എത്ര മണി വരെ ഉണ്ടാവും? ക്ലാസ് 1:45. 1:45 അവസാനിക്കും. അത് കഴിഞ്ഞ് എത്ര മണി വരെയാണ് ജോലി? അവിടുന്ന് 5 മണിയാകുമ്പോൾ കയറും, 9:30 9:45 ആകുമ്പോൾ കടയിൽ നടക്കും. ഒരു ദിവസം എത്ര രൂപ നമുക്ക് വരുമാനം കിട്ടും? ഒരു 200-250 രൂപ കിട്ടും. മതിയല്ലോ വൈകുന്നേരത്തേക്ക്. അല്ല, അത്യാവശ്യം ചെലവുകളൊക്കെ നടന്നു പോകും. സുഖമായിട്ട്. എന്താണ് ഒരു ലക്ഷ്യം? എന്താ ഭാവിയിൽ ആരാവണം, എന്താവണം? ഒരു കോസ്റ്റ് അക്കൗണ്ട്, ഒരു CMA കാരനൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ പറഞ്ഞല്ലോ പൈസയാണ് ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുന്നത് പാഷന്റെ പേരിലാണോ അതോ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണോ? എനിക്ക് പ്ലസ് 2 കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി. പിന്നെ ഞാൻ കൊമേഴ്സ് എടുത്തേ, BCom കയറണമെന്നാണ്. പക്ഷെ അത് കിട്ടാൻ വേണ്ടി ഞാൻ BA ഇംഗ്ലീഷ് എടുത്തത്. കഴിഞ്ഞിട്ട് എന്തൊരു പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഇനി വേണം തീരുമാനിക്കാൻ എന്താ ചെയ്യേണ്ടത്. പെട്ടുപോയതാണോ? പെട്ടുപോയതാ സത്യം. അല്ല, അപ്പൊ ഫാഷൻ ഡിസൈനിങ് എന്തുകൊണ്ട് പോയില്ല? ഫണ്ടില്ല, വീട്ടിലതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. 18 വയസ്സ് കഴിയുമ്പോ തന്നെ കല്യാണം കഴിക്കുന്ന ഒരു ട്രെൻഡ് കൂടുതലായിട്ട് വരുന്നുണ്ടോ? പ്രേമിക്കുന്ന ടൈമിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ നോക്കിക്കോളും, അങ്ങനത്തെ മൈൻഡിലാണ് പെൺപിള്ളേർ പകുതിയും പോകുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാവും പിള്ളേർക്ക് പണി കിട്ടും. കാരണം നമുക്കൊരു ജോലി ഉണ്ടായിട്ട് നമുക്ക് എവിടെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. 18-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം കാണുന്നുണ്ട്. കല്യാണം കഴിച്ച ഉടനെ ഒരു റീൽസ് ഇടാം. അപ്പൊ അത് കാണുന്ന ബാക്കിയുള്ളവര് കൊള്ളാം, അപ്പൊ നാളെ ഞാനും ഇങ്ങനെ ഒരു റീൽ ഇടാം, റീച്ച് കയറുന്നുണ്ട്, ആ ഒരു മൈൻഡിലോട്ട് പോകും. അപ്പൊ എന്തായാലും 18 വയസ്സിന് കല്യാണം കഴിക്കാം, ഒരു അടിപൊളിയാണെന്നുള്ള മൈൻഡാണ്. ചില പെൺകുട്ടികൾ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് പോലും ഹസ്ബൻഡിനെ പണിക്ക് വിടുന്നില്ല, കൂടെ ഉണ്ടാവണം ഫുൾ ടൈം. അങ്ങനെയും കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയയില്? അത് ഏറ്റവും വലിയ ആപത്തിലേക്ക് പോകുന്നതാണ്. കാരണം ജീവിക്കണമെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ ഒരു മനുഷ്യനെ പറ്റത്തില്ല. ഇപ്പൊ വന്ന് വെള്ളത്തിന് പോലും വില 20 രൂപയായി. ഏത് നേരം എന്റെ അടുത്ത് തന്നെ വേണം, എന്നെ കെയർ ചെയ്യണം, എന്റെ ഒപ്പം തന്നെ വേണമെന്ന് ചിന്തിച്ചോണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തിന് പോലും ഉള്ള പൈസ കൊടുക്കാനില്ലാതെ എങ്ങനെ ഇവർ ജീവിക്കും? റീൽ എന്ന് പറഞ്ഞാൽ അവരുടെ പോസിറ്റീവ് സൈഡ്, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റീല് വരത്തുള്ളൂ. പക്ഷെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, നിങ്ങളൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നവരാണോ? നമ്മുടെ ലൈഫിന് ഒരു പ്രൈവസി ഉണ്ടല്ലോ, അപ്പൊ അത് കടന്ന് നമ്മൾ ഒന്നും സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് ഷെയർ ചെയ്യാത്തതാണ് ഒരു പരിധി വരെ നല്ലത്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം പലപ്പോഴും ഫേക്ക് ആയിട്ടാണല്ലോ പെരുമാറുന്നത്. റീച്ച് കിട്ടാനായിട്ട് കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ അവർ പുറത്തിട്ട് ഭയങ്കര വലിയ കാര്യമായിട്ട് അവർ കാണിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാൻ പേടിയുണ്ടോ? അഭിപ്രായം തുറന്നു പറയാൻ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ ചോയ്സാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഫെമിനിസം? എന്താ നമ്മുടെ സ്ത്രീകൾ എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുകയോ അഫ്കോഴ്സ് അവിടെ പറയും, ഓ ഫെമിനിസ്റ്റ്, അവളൊരു ഫെമിനിസം പറയുന്നു, അങ്ങനെ. കാരണം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഫെമിനിസം എന്നൊരു മൈൻഡ്. ഒരാണും പെണ്ണും ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും പറയുന്നത് പെണ്ണ് പോക്കാണ്. അത് നാട്ടിലാണേലും ഉണ്ട്. ഒരു പെണ്ണൊന്ന് ഒരുങ്ങി നടന്നാലോ അല്ലെങ്കിൽ ഒന്ന് കുട്ടിയിട്ട് നടന്നാലോ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാലോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചാലോ പോലും ഇതന്നെ പറഞ്ഞേ, ഓ അവളുടെ ഇഷ്ടത്തിന് താളം തുള്ളി നടക്കുന്നവളാണ്. അങ്ങനെ ചിന്തിക്കാതെ എന്നാൽ ഇതേ സമയത്ത് തന്നെ അവൻ പോക്കുകയാണെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ചിലടത്ത് പറയുന്നവരുണ്ട്. ആണുങ്ങളെ കുറിച്ചും പറയും. മുടി വളർത്തുന്നതും അവരുടെ ഇഷ്ടത്തിന്
ഡ്രസ്സ് ധരിക്കുന്ന അവർക്ക് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നടുവര് പറയുന്ന ഓ അവൻ കഞ്ചാവാണ്, അവൻ MDMA ആണെന്നൊരു വർത്തമാനം. നല്ല കുട്ടിയായിട്ട് ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടല്ല പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊരു സംഭവം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്കൂള് തൊട്ടേ നല്ല കുട്ടി കേട്ട് വളർന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോ പാട്ട് കേട്ട് തുള്ളുന്നതോ അല്ലെങ്കിൽ വേറൊരാളോട് പോയിട്ട് ഒച്ചയ്ക്ക് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നാട്ടുകാർ അയ്യോ മോളെ എന്നതാ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരാൾ നല്ല കുട്ടി എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ നിൽക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം? ആദ്യം തന്നെ വീട്ടുകാരോടെല്ലാം കാണുമ്പോഴത്തേക്കും ചിരിച്ചു നിൽക്കുക, ചിരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അമ്മച്ചീനെ കൊണ്ടുപോയിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ യെസ് അഫ്കോഴ്സ് അന്നേരത്തേക്കും നമുക്ക് നല്ല കുട്ടി പദവി കിട്ടിക്കോളും. അത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ ഇടുക, നമ്മൾ ക്രോപ്പ് ടോപ്പ് ഇടാതെ എപ്പോഴും ചുരിദാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും ആ കൊച്ച് ഒതുക്കമുള്ള കൊച്ചാ, ആ കൊച്ച് അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊരു പേര് വന്നു. പിന്നെ പള്ളിയിലോ അമ്പലത്തിലൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ കിടപ്പുണ്ട്. അത് എന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരി പള്ളിയിൽ പോകത്തില്ലായിരുന്നോ, അപ്പോൾ അവളുടെ അമ്മ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് വെച്ച് അവളോട് ചോദിച്ചു, എടി ഈ കൊച്ചിനെ കണ്ടോ, ഈ കൊച്ചു എല്ലാ ദിവസവും പള്ളി വരും. ഞാൻ പോകുന്നത് എന്താ, എൻ്റെ അമ്മ രാവിലെ കുത്തിപ്പൊക്കിയിട്ടാണ് ഞാൻ പോകുന്നത്, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. ഈ അടുത്ത കാലത്ത് ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു. ഈ അടുത്ത കാലത്ത് മനസ്സിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്താ? നമ്മുടെ സെൻസർഷിപ്പ് തന്നെ മൈൻഡിൽ വൈലായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പല വിഭാഗങ്ങളിലുള്ള ആൾക്കാർ അവരെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആർട്ട് എന്ന് പറയുന്നത്. അത് ഒരു സെൻസർ ബോർഡ് എന്ന് പറയുന്നത് അത് ഒരു പരിധി കൂടുതൽ കൈ കടത്തുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ സുരേഷ് ഗോപിയുടെ നമ്മുടെ ജാനകി വിസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമ, അതിൽ ജാനകി എന്നുള്ള പേര് കഥാപാത്രത്തിന് കൊടുക്കുന്നു. അതൊരു ദൈവത്തിന്റെ ഒരു നാമമാണ്, അതങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. സെൻസർ ബോർഡ് ഇടപെടുന്നു, വലിയ പ്രശ്നങ്ങളാവുന്നു. എന്നിട്ട് ആ സിനിമയുടെ പേര് മാറ്റിയിട്ടാണ് അവർ ഇറക്കാൻ സമ്മതിച്ചത്. അത് ശരിയാണോ? അത് ശരിയല്ല. കാരണം ഒരു ദൈവത്തിന്റെ പേരെന്നുള്ളത് നാട്ടില് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ജാനകി എന്നുള്ളത് ദൈവത്തിന്റെ നാമമാവണമെന്ന് നിർബന്ധമില്ല. പല ദൈവത്തിന്റെ പേരുള്ള ഇപ്പൊ മുഹമ്മദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, മേരി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ജാനകി ഉപയോഗിച്ചിട്ടുണ്ട്, ഈശോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ പേരാണ്. അന്നില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇന്ന് എന്തുകൊണ്ടുണ്ടാവും? മതം നോക്കി ഇന്നത്തെ ഒരു രാഷ്ട്രീയം ഇപ്പൊ മുന്നോട്ട് പോകുന്നു. ജാതിയും മതം നോക്കി ഒരാൾ കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാവരും ഇന്നത്തെ ഒരുപോലെയാണ്. ആരെയും കുറ്റം പറയുന്ന പോലെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. നിങ്ങൾക്കിടയിൽ ഈ ജാതി മതം നിങ്ങൾ ഇതൊക്കെ സംസാരിക്കാറുണ്ട്? ആ കാര്യത്തിനോട് എനിക്ക് കൂടുതൽ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്റെ വീട്ടില് പറയാറുണ്ട്. വീട്ടിൽ എന്താ പറയാറ്? വീട്ടില് പൊതുവെ താഴ്ന്ന ജാതിക്കാരുമായിട്ട് ഇടപഴകാൻ പാടില്ല, അങ്ങനെയാണ് എൻ്റെ ഒരു ഫാമിലി അങ്ങനെയാണ്. പക്ഷെ ഞാനതിനെ എതിർത്ത് പറയാറുണ്ട്. അവര് മനുഷ്യരൊക്കെ തന്നെയല്ലേ, എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ എതിർക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെയൊന്നും ജാതിയെ പറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവരും ഒരേപോലെ തന്നെ. ഞങ്ങള് പൊതുവെ അങ്ങനെ ആരും പറയാറില്ല, എന്നാൽ സമൂഹത്തിലുണ്ട് താനും. പക്ഷെ ഈ വേടൻ ഒരു ഇത് പറഞ്ഞില്ലേ, ജാതി താഴ്ന്നവർക്ക് പഠിക്കാനുള്ള കഴിവില്ലെന്ന്. കാരണം ജാതി നോക്കിയല്ലോ ഒരാളുടെ കഴിവുണ്ടാകുന്നത്. കഴിവ് എല്ലാവർക്കും ഉണ്ട്. വേടന്റെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? വേടൻ ഐസല്ലേ, വേടന്റെ പാട്ട് സ്കൂളിലെ പുസ്തകത്തിൽ വരാന്നില്ലേ? അല്ല, ഈ വേടനെ കുറിച്ചിട്ട് ഇപ്പൊ വേടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, വേടൻ സമ്മതിച്ചിട്ടുണ്ട്. അത് പിന്നീട് വേടൻ ആരോപണങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ്? ഒരാളെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള ആരോപണമാണെന്നാണോ? വേടൻ സമ്മതിച്ച കേസ് അത് ഫേക്ക് അല്ല, അത് അവന് സമ്മതിച്ചല്ലോ. വേടൻ താഴ്ന്ന ജാതിയുള്ള ഒരാളാണ്. പക്ഷെ പുള്ളി കാര്യമായിട്ടും പറയുന്നത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അഴിമതികളും കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് പുള്ളിക്കെതിരെ ഇത്ര കേസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പോ ഒരു ബലാത്സംഗ ആരോപണം വരുന്നു, കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പുള്ളി തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് ഇപ്പൊ വിനായകനാണെങ്കിൽ പോലും പച്ചത്തെറിയും ചീത്തയും ഫേസ്ബുക്കിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ജാതി എടുത്ത് വെക്കുന്നത് ശരിയായ നടപടിയാണോ? പക്ഷെ വിനായകനെ വേണം നമുക്ക് കൂട്ടി കുഴയ്ക്കാൻ പറ്റില്ല. കാരണം വിനായകന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന്. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പുള്ളിയുടെ പാർട്ടി കൂടെ എക്സ്പോസ് ചെയ്യുന്നത് പുള്ളിയുടെ ഫീലിങ്സും പുള്ളിക്ക് ലോകത്തോട് പറയാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പാർട്ടി കൂടെ പറയുന്നത്. ബലാത്സംഗ ആരോപണത്തിൽ പോലീസ് പറയുന്ന നിരവധി തെളിവുകളുണ്ട്. വേടൻ ഒളിവിൽ പോവുകയും ചെയ്തു. അത്രയും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു കാണിക്കുന്ന ഒരു പുള്ളിക്കെതിരെ പുള്ളിനെ അകത്താക്കാൻ അധികാരികൾക്ക് വലിയ താമസമൊന്നും വേണ്ട. അവരെങ്ങനെയാണേലും അതിനുള്ള തെളിവൊക്കെ ഉണ്ടാക്കും. അതിനുള്ള പവറും അവർക്കുണ്ട്.
what are you doing, baby? നാട്ടാര് പ്രാകണ് baby, നിന്റെ വീട്ടാരും പ്രാകണ് baby. യുവജനോത്സവം സീസൺ 3 പവേർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഏതാണ്? വാട്സ്ആപ്പ് സെഗ്മെന്റിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: എപ്പോഴെങ്കിലും നിങ്ങൾ വേറൊരു ജെൻഡർ ആയിരുന്നെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ എപ്പോഴെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ എപ്പോഴെങ്കിലും ആൺകുട്ടികളായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും നിമിഷത്തിൽ ആലോചിച്ചിട്ടുണ്ടോ മറ്റൊരു ജെൻഡർ ആയിരുന്നെങ്കിൽ? അങ്ങനെ ആലോചിച്ചിട്ടുള്ളവർക്ക് ലൈക്ക് അടിക്കാം, അല്ലാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ അഭിപ്രായം. ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, ആൺകുട്ടികളുടെ ഒരു 99% പേരും ഒരിക്കലും മറ്റു ജെൻഡർ ആയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ പെൺകുട്ടികൾ എപ്പോഴൊക്കെയോ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നാണ് അറിയേണ്ടത്. ചോദിച്ചോ. ചില മൊമെന്റ്സിൽ തോന്നിയിട്ടുണ്ട്. കാരണം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം തന്നെയാണ്. എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആമ്പിള്ളേർ ചെയ്യുന്ന പോലാണോ പെണ്ണുങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കും. എനിക്കിപ്പോ ഒരു ഇത് ഒരു ആങ്ങളെ ഇല്ലാത്തത് വളരെ നന്നായി എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആ ചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലായിടത്തും വിട്ടേനെ. ഞാൻ അതിൽ കണ്ട് റിഗ്രറ്റ് അടിച്ച് ജീവിക്കേണ്ടി വന്നേനെ. എനിക്കൊരു പെങ്ങളുണ്ട്, വീട്ടിൽ അത്യാവശ്യം എല്ലാവരായിട്ടും കമ്പനിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ആങ്ങൾ എന്ത് വേണേലും ചെയ്യും. ഒരു ബോഡി ഗാർഡായിട്ട് എപ്പോഴും കാണുന്നുള്ള ഒരു ഫീലിംഗ് പെങ്ങൾക്ക് കൊടുത്താൽ തീരാന്ന് പ്രശ്നമുള്ളൂ. അല്ലാതെ റിഗ്രറ്റ് അടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പുറത്തങ്ങനെ വിടാനൊക്കെയാണ് ഭയങ്കര പേടിയാണ്. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇപ്പോൾ കോളേജിൽ പോയിട്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ചെല്ലുന്നെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത്, ഇത്ര നേരം എവിടെ പോയി കിടക്കുക, ഒന്നാമക്കാണ് കോളേജ് വിടുന്നല്ലേ, ഇത്ര നേരം എവിടെ പോയി കിടക്കുകയെന്ന് ചോദിക്കുന്നത്. ഫ്രീഡം നമ്മൾ സ്ത്രീ ആണെങ്കിലും സ്ത്രീ ആയിട്ട് നിന്ന് തന്നെ നമ്മുടെ ഫ്രീഡം നേടിയെടുക്കാൻ നോക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറ്റില്ല എനിക്ക് പോകണം, എന്തുകൊണ്ട് അവന് വിട്ടു എന്നെ വിട്ടില്ല, അത് ചോദിക്കാൻ പറ്റിയാ പോരെ? നമ്മൾ ചോദിക്കണം, നിന്ന് നമ്മുടെ ഇതിൽ നമ്മൾ നിന്ന് പറഞ്ഞു നേടണം. അല്ലാണ്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കൽ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനിയനുണ്ട്. അപ്പൊ അവന് വിടുമ്പോ ഞാൻ ചോദിക്കും, അവൻ തന്നെ എനിക്ക് പോയിക്കൂടാ, എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ ഞാൻ ചോദിക്കും. ഞാൻ പോകും, ചോദിച്ചു മേടിക്കും. ഫ്രീഡം എന്നുള്ളത് ഒരാളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ട് തിങ്ങാണ്. അതിപ്പം ഒരാൾ കൊടുത്തിട്ടല്ല ഒരാൾക്കും ഫ്രീഡം കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രീഡം ഉണ്ട്. പക്ഷെ സംടൈംസ് ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു പുരുഷനായിട്ട് തന്നെ ജനിച്ചാൽ നല്ലതായിരുന്നു. അതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ത്രീകള് പുരുഷന്മാരുടെ വീട്ടിലോട്ട് പോകണം. ഞങ്ങൾ കെട്ടി അവരെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഒരു വിമൻ ആയതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം കഴിഞ്ഞ വർഷം നടന്ന റിപ്പബ്ലിക് പരേഡിൽ എനിക്ക് നമ്മുടെ കോളേജിനെ പ്രതിനിധീകരിച്ചും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത്ര ഒരു ടോപ്പിലേക്ക് പോയിട്ടൊരു ആളില്ല. അപ്പം എനിക്ക് കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരാളാണ്. ഞാൻ RBC കേഡറ്റാണ് കഴിഞ്ഞ വർഷത്തെ. ഹിമാലയൻ ബേസ് ക്യാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കതെല്ലാം എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ പോയി അതെല്ലാം അച്ചീവ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഓരോ മാസം വരുന്ന പീരിയഡ്സ് പെയിൻ അനുഭവിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട്. അല്ലാതെ വേറെ ഒരു രീതിയിൽ എനിക്ക് ആൺകുട്ടിയാണെന്ന്, ഞാൻ ഇപ്പോൾ പെൺകുട്ടി ആയത് തന്നെ ഞാനിപ്പോൾ സന്തോഷവതിയാണ്. ഞാൻ ഒരു സ്ത്രീ അല്ലാതെ ഒരു പുരുഷനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ എനിക്കൊരു അനിയനാണ്. അപ്പൊ അവനും എൻ്റെ വീട്ടുകാരും എല്ലാവരും അവനേക്കാൾ കൂടുതൽ ഫ്രീഡം വീട്ടിൽ എനിക്ക് കിട്ടും. നമ്മളിപ്പോൾ തന്നെ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആവണം. അപ്പൊ ഇപ്പൊ ഒരു ആൺകുട്ടിയാണെങ്കിൽ അത്രയും സെൽഫ് കോൺഷ്യസ് ആവേണ്ട കാര്യം. എന്റെ ഫാമിലിയിൽ ആണാണേലും പെണ്ണാണേലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം ആരെങ്കിലും വെളിയിൽ പോവാണെങ്കിൽ തന്നെ തിരിച്ചു വരുന്ന സമയം കറക്റ്റ് സമയത്ത് തന്നെ വരണം. ഇല്ല വന്നിട്ടില്ല ഒരു 5 മിനിറ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ 10 പ്രാവശ്യം വിളിച്ചിരിക്കും. ഇൻ കേസ് നമ്മുടെ അച്ഛനൊന്ന് വയ്യാണ്ടായിക്കുക അല്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെസ് മൊത്തം നമുക്ക് എന്നുവെച്ചാൽ വീട്ടിലൊരു മുതിർന്ന പയ്യനാണെങ്കിൽ പിന്നെ അത് പറയാൻ വേണ്ട. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു, അങ്ങനെ തോന്നി? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ ഗേൾസിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ സ്ട്രെസ് അവർക്കും ഉണ്ട്, വേദന അവർക്കും ഉണ്ട്. പീരീഡ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് അവരെ മനസ്സിലാക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ, അവർക്ക് സഹായിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അവരോട് സംസാരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ആ പെങ്ങൾ വന്ന് പറയും. ഇപ്പോ പെങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു പാഡ് വാങ്ങിക്കാനൊക്കെ ചിലപ്പോൾ തന്നെ പോകാൻ പറ്റിക്കൊള്ളുന്നില്ല, അത് പറയാറുണ്ട്. വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതിൽ എനിക്കൊരു മടിയും തോന്നാറില്ല. എല്ലാവർക്കും ഫ്രീഡത്തിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഉണ്ട്. അത് വീട്ടുകാരുടെ ഇതുപോലെ ഇരിക്കില്ല. ഒരാൾ മാത്രമാണ് എപ്പോഴെങ്കിലും ഈ ജെൻഡർ, ഈ ആണായിട്ട് ജനിക്കണ്ടായിരുന്നു, ഈ ജെൻഡർ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ആമ്പിള്ളാരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, എടാ നീ ഒരു ആങ്കൊച്ചല്ലേ, പിന്നെ നീ അതിന് വിഷയാക്കുന്നേ, അവർക്ക് വിടറാ എന്ന് പറഞ്ഞിട്ട് നാണമില്ലാടാന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിക്കും. ആങ്കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ആങ്കൊച്ചല്ലേ, നിനക്ക് ഇത്ര പ്രായമായില്ല, പിന്നെ നീ കരയുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരാൾ പറഞ്ഞത് 6 മണിക്ക് കഴിഞ്ഞ് വീട്ടിൽ കയറിയതേ കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് തടി കിട്ടിയുള്ളൂ.
ചാത്തിടും തലോടാൻ തോന്നിടും. അപ്പോ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് പവേർഡ് ബൈ യുവജനോത്സവം സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള മിടുക്കരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ഒരു യൂത്ത് ക്ലബ്ബ് ഏഷ്യാനെറ്റ് ന്യൂസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ്. അതിലേക്ക് നിങ്ങളും കൂടി വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മിടുക്കുകളായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് നമ്പർ തരിക. ബാക്കി നമുക്ക് ഇനി ഒരുമിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയുള്ള, ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ അടിച്ചു പൊളിക്കാം. അപ്പോൾ അവസാനിപ്പിച്ചാലോ? അപ്പൊ എന്താ പറയാനുള്ളത്? താങ്ക് യു സെന്റ് സ്റ്റീഫൻസ് കോളേജ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.